ഇതുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി അംഗം ഡോക്ടർ ഫസൽ ഗഫൂർ കൂടി ചേരുന്നുണ്ട്. സർ, ഇപ്പോൾ വലിയ ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത, അതായത് ഒരു അധ്യാപികയ്ക്ക് വന്ന പിഴവ് അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ മാത്രം അഭിപ്രായം എന്നൊന്നും നമുക്കിതിനെ പറയാൻ പറ്റില്ല. കാരണം ഓണം എന്നത് എല്ലാവരും മലയാളികൾ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന, കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന വലിയൊരു ഉത്സവമാണ്, വിളവെടുപ്പിൻ്റെ ഉത്സവമാണ്. അങ്ങനെയൊക്കെയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നതായി കാണുന്നത്. ഇതുവരെ അങ്ങനെയാണ്. പലപ്പോഴായി ആളുകൾ അതിനുവേണ്ടി വസ്ത്രങ്ങൾ വാങ്ങുന്നു, സ്വരുക്കൂട്ടി വെക്കുന്നു, കുട്ടികളാണെങ്കിൽ അവർക്ക് പൂക്കളം ഇടുന്നു, സദ്യ കഴിക്കുന്നു. ഇതൊക്കെ കുറേയധികം കളികൾ, അതൊക്കെ ഒരു മറ്റൊരു തലത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ അവർക്കൊരു റിലാക്സേഷൻ, അങ്ങനെയൊക്കെയാണ് ഓണം ആഘോഷത്തെ കാണുന്നത്. പക്ഷേ എന്താണ് ഈ അധ്യാപികയ്ക്ക് പിഴച്ചു പോയിരിക്കുന്നത്? കാരണം ഇതൊരു മതസ്പർദ്ധ വളർത്തുക അല്ലെങ്കിൽ വർഗീയ പരാമർശം നടത്തി കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു രീതിയിലേക്കാണോ അധ്യാപികയും ശ്രമിച്ചത്? അതിനെ പറ്റിയിട്ട് നമുക്കിപ്പോ ഒരു സംശയമില്ല. ഈ അധ്യാപിക ഒരു വർഗീയവാദിയാണ്. ഇത്തരത്തിലുള്ള യൂസ്ലെസ്സായിട്ടുള്ള വർഗീയവാദികൾ എല്ലാ മതങ്ങളിലും പെട്ടുണ്ട്. പ്രത്യേകിച്ച് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ നിൽക്കുന്നത് തന്നെ MESന്റെ സംസ്ഥാന ഓണ ഉത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. അവിടെ ആർച്ച് ബിഷപ്പ് ചക്കാലക്കൽ തൊട്ടിട്ട് സ്വാമിമാർ തൊട്ടിട്ട് എല്ലാ മതത്തിലുള്ളവരുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് എല്ലാവരും കൂടെ ഓണസദ്യ. പരിപാടിയാണ്. അപ്പൊ ആ പരിപാടി നാളെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ വാർത്ത അറിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഞാനത് അപലപിക്കുന്നു. വിവരം കേട്ട യൂസ്ലെസ് എല്ലായിടത്തും ഉണ്ട്. ഞാൻ ആ വാക്ക് യൂസ്ലെസ് തന്നെ പറയുന്നത്. കാരണം ഇതൊരു സാംസ്കാരികമായിട്ടുള്ള പരിപാടിയാണ്. വിളക്ക് കത്തിക്കല്, ക്രിസ്മസ് കേക്ക്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഓണം കൊണ്ട അതിലൊക്കെ സാംസ്കാരിക പരിപാടികളാണ്. അല്ലാതെ ആ പരിപാടി ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ആയിട്ടുള്ള ഒന്നുമല്ല. ഏതെങ്കിലും മതത്തിന്റെ പരിപാടിയായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനെ ഞാൻ അപലപിക്കുന്നു. അവർക്കെതിരായിട്ട് തക്കതായിട്ടുള്ള നിയമ നടപടി എടുക്കണം, വർഗീയ വിഷം പരത്തുന്നവർ എന്നുള്ളതാണ് MESന്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ ഒരു സസ്പെൻഷനാണ് മാനേജ്മെന്റ് എടുത്തിരിക്കുന്നത്. അതുമാത്രം പോരല്ലോ, ഈ ഒരു അധ്യാപിക എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിന്റെ പൂർണ്ണ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. സസ്പെൻഷൻ പോരാ, അതിനപ്പുറത്തുള്ള ശക്തി നടപടി എടുക്കാൻ ഇങ്ങനത്തെ വ്യക്തികളെയൊക്കെ സർവീസിൽ തന്നെ പിരിച്ചുവിടണമെന്നാണ് എന്റെ. തീർച്ചയായും ഈ ഒരു ശബ്ദ സന്ദേശം അത് എത്രത്തോളമായിരിക്കും കുട്ടികൾക്കിടയിലും അല്ലെങ്കിൽ പാരന്റ്സിനിടയിലേക്ക് ഒരു വർഗീയ ചിന്താഗതി അത് വളർത്തുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇപ്പൊ ഈ വർഗീയമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അത് ആപൽക്കരമാണ്. അതുകൊണ്ട് ഇതിലേക്ക് ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.